പിന്നെന്താ, പിന്നെ വാച്ച്. ഇത് സത്യത്തിൽ ഇത് ഓർഡർ ഇല്ല ഗൈസ്, ഞാൻ വന്ന വാച്ചുകളൊന്നും ഓർഡർ ഇല്ല. കാരണം എനിക്കിങ്ങനെ നമ്മളെല്ലാവരും ഫോണിലല്ലേ എപ്പോഴും ടൈമൊക്കെ നോക്കാം. അപ്പൊ ഇതത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കൊടുക്കില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കുന്നത്. ഇതിൽ വേറെ കളർ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിന്റെ ഫ്രണ്ട് കൊടുത്തു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഇങ്ങനെ കുറെ കളർ, ഇതിനുള്ളിൽ ഇങ്ങനെ കളർ. അപ്പൊ പിന്നെ മീഷോ എന്ന് വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് കുറവ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ വരുമ്പോൾ കുറെ എണ്ണം യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാ കേട്ടോ. പിന്നെ എന്താ അത് ചെയ്യുന്നത്, അതൊന്നും ഞാൻ ഇടാറില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത്രയാണ് ഈ ബോക്സിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വള, വേറെ കുറച്ച് മാലകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് കാണിച്ചത്. അത് ഞാൻ ഇതിലാണ് വെക്കാറുള്ളത്. അതായത് ഇപ്പം ഈ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ, അതൊക്കെ ഞാൻ ഡെയിലി യൂസിനുള്ളതാണ്. കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ആണ് ഈ സാധനം. അതായത് നമ്മളിങ്ങനെ കല്യാണമൊക്കെ നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാല എടുക്കും. ഇത് സത്യത്തിൽ ഇന്റതല്ല, എന്റെ അനിയത്തി എനിക്ക് തന്നതാട്ടോ. ഇത് അനിയത്തിയുടെ സേവ് ദ ഡേറ്റ്സിൽ ഉണ്ടായിരുന്ന മാലയായിരുന്നു, എനിക്ക് അവിടെ തന്നതാണ്. അവൾ UK പോകുന്ന സമയത്ത് എനിക്ക് തന്നിട്ട് പോയതാണ്. ഇതും പിന്നെന്താണ്, ഈ ഒരു കമ്മലുമായിരുന്നു അതിന്റെ മാച്ച്. ഈ കമ്മലും ഈ മാലയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് ഈ അമ്പലങ്ങളൊക്കെ പോകുമ്പോഴും കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇത് ഇടാറുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഹിറ്റ് ചെയിൻ എന്ന് പറയും കേട്ടോ. അതായത് നമ്മൾ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അത് അനിയത്തിയുടെ കല്യാണ സമയത്ത് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഡാൻസിനൊക്കെ ചെറിയ ചെറിയ റീലുകളൊക്കെ ചെയ്യുമ്പോൾ ഇടാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. പിന്നെ ഇത് ഞാൻ ഇതേപോലെ തന്നെ ഒരു വലിയ കമ്മലാണ്. പക്ഷെ അത് ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അനിയത്തിയുടെ കല്യാണ തലേന്ന് ഇട്ടത്, അതിന് വേണ്ടി വാങ്ങിയതാണ്. ഇതേ കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് മാച്ച് ചെയ്ത് വാങ്ങിയാണ്. അപ്പോൾ പക്ഷെ ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇത് നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഒരു 250 ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ മാറ്റി വെച്ചാണെങ്കിൽ കല്യാണം വരുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ, പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഒരു പിറന്നാൾ ഉണ്ടായപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മാലകൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇത് ഇടാറുണ്ട്, എനിക്ക് അവർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഇടാത്തതുകൊണ്ടാണ് ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഒരുപാട് വർഷം എനിക്ക് കിട്ടിയിട്ട്, പക്ഷെ എനിക്കിത് കളയാനൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ഞാനത് എപ്പോഴും സൂക്ഷിച്ച് വെക്കും. ലൈഫ് ലോങ് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മളോട് ഇഷ്ടമുള്ള നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വാങ്ങി തരുമ്പോൾ അതിന് വിലയും അങ്ങനെയെങ്കിൽ അതിന്റെ ഭംഗിയൊന്നുമല്ലോ നോക്കാൻ പറ്റും. അപ്പൊ എനിക്കിങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ കേടാവാതെ കൊണ്ടുവരാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചൊരു സാധനമാണ് കേട്ടോ. അത് പാലക്കാമാലയാണ്. പിന്നെന്താ, കാരണം ഞാൻ മാല അധികം ഇടാറില്ല. അപ്പൊ ഇവര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഇങ്ങനത്തെ മാലകളാണ് ചിലപ്പോൾ പിറന്നാളൊക്കെ വരുമ്പോൾ വാങ്ങിക്കില്ല. പക്ഷെ ഞാൻ ഇടാത്തതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെക്കും കേട്ടോ.